അടുത്ത വാർത്തയിലേക്ക് പോയാൽ UDF മന്ത്രിസഭയിൽ ലത്തീൻ സഭയ്ക്ക് അർഹമായ ഒരു പ്രാതിനിധ്യം നൽകാത്തതിൽ ഇടഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ലത്തീൻ സഭ. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ VD സതീശൻ ബിഷപ്പ് തോമസ് ജെ നെറ്റോയെ നേരിട്ട് കണ്ടു. എന്നിട്ടും അതൃപ്തി അങ്ങനെ തന്നെ തുടരുന്നു. ഫിഷറീസ് വകുപ്പിന് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന മന്ത്രി വേണമെന്നായിരുന്നു സഭയുടെ ആവശ്യം. അരുൺ സോളമൻ ചേരുന്നു. അരുൺ, വിൻസെന്റിനെ അടക്കം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതിലൊക്കെ സഭയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. അതുകൊണ്ടാണ് സത്യപ്രതിജ്ഞയ്ക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയിരുന്നത്. ആ അതൃപ്തി ഇപ്പോഴും പുകയുന്നു. ഷിഖാസ് റോഷ്നി, ഇത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ലത്തീൻ അതിരൂപത വളരെ കൃത്യമായ നിലപാടെടുത്തിരുന്നു. UDFന് ഈ കാലത്ത് പാർട്ടി പിന്തുണ നൽകിയ ഏക സഭയാണ് ലത്തീൻ അതിരൂപത. പ്രത്യേകിച്ചും ആ സഭ അങ്ങനെ ഒരു പിന്തുണ നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനസംഖ്യാ അടിസ്ഥാനത്തിൽ തന്നെ ഒരു മന്ത്രി അവർക്ക് അവകാശപ്പെട്ടതാണ്. എല്ലാ കാലത്തും ഫിഷറീസ് വകുപ്പ് അവർ ചോദിക്കുന്നതുമാണ്. പക്ഷേ ഇത്തവണ ആ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഏറ്റവും പ്രധാനം ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചില അന്തർനാടകങ്ങൾ നടന്നതുകൊണ്ട് തന്നെ അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള രൂക്ഷ പ്രതികരണമാണ് ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ ഈ ബിഷപ്പ് ഹൌസിൽ എത്തിയതിനു ശേഷം ഈ ലത്തീൻ അതിരൂപതയിൽ തന്നെ വികാരി ജനറൽ കൂടിയായിട്ടുള്ള ഫാദർ യൂജിൻ പെരേര മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 തവണ തുടർച്ചയായിട്ട് കോവളം മണ്ഡലം പ്രതിനിധീകരിച്ച് വിജയിച്ചെത്തിയ ആളുകൂടിയാണ് വിൻസെന്റ്. കഴിഞ്ഞ 2 തവണ വിജയിച്ചപ്പോൾ തന്നെ ഇത്തവണ കഴിഞ്ഞ തവണ നോക്കുമ്പോൾ തന്നെ ജില്ലയിലെ ഏക UDF മന്ത്രി കൂടിയായിരുന്നു വിൻസെന്റ്. ഇത്തവണ 32,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിൻസെന്റ് വിജയിച്ചത്. ചില അലിഗേഷൻസ് ഒക്കെ വിൻസെന്റിനെതിരെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിൻസെന്റ് വിജയിച്ചെത്തിയപ്പോൾ ആ പ്രതീക്ഷ സ്വാഭാവികമായിട്ടും തീരപ്രദേശത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അവർ മുന്നോട്ട് വെക്കുന്നത് സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികളുടെ ആ പണി അറിയാവുന്ന ഒരു മന്ത്രി, ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ തങ്ങളെ പ്രതിനിധീകരിക്കാൻ എത്തണം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് എന്തായാലും UDFന്റെ ക്യാമ്പ് പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. അത് എന്തായാലും ഇന്നലെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനോട് നേരിട്ട് തന്നെ ബിഷപ്പ് പങ്കുവച്ചു. പക്ഷേ അതിലൊരു ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ഇപ്പോഴും സഭ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതൃപ്തി നിലനിൽക്കുകയാണ്. കാരണം മുതലപ്പുഴയിൽ 86 മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടത് സ്വാഭാവികമായും അന്നത്തെ ഇടത് സർക്കാർ, ആ സർക്കാരിന് ഈ മത്സ്യത്തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണെന്ന് ഇന്നലെ യൂജിൻ പെരേര പങ്കുവച്ചു. അതുകൊണ്ട് തന്നെ ആ മേഖലയുമായി ബന്ധപ്പെട്ട ഒരാൾ വരണം. ഇപ്പോൾ തന്നെ നടന്നിരിക്കുന്ന ചർച്ചയിൽ ഇത് ലീഗിന് ഈ വകുപ്പ് നൽകാനുള്ള ഒരു നീക്കം സ്വാഭാവികമായി നടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോലും ലത്തീൻ കത്തോലിക്ക ഐക്യവേദി, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ അടക്കമുള്ളവർ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിച്ച ഒരു ഘട്ടം കൂടിയാണ്. അതിനുശേഷമാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മുഖ്യമന്ത്രി VD സതീശൻ ബിഷപ്പ് ഹൌസിലെത്തി സംസാരിച്ചത്. എന്തായാലും ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഷിഖാസ് റോഷ്നി, അങ്ങനെ ഒരു ഇടപെടൽ ഈ മന്ത്രിസഭയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ളതാണ് സഭയുടെ അവസാനത്തെ പ്രതീക്ഷ.